രാവിലെ ഇന്നത്തെ വീട്ടുവിശേഷങ്ങൾ തുടങ്ങാം. അങ്ങനെ രാവിലെ എണീറ്റ് ആദ്യത്തെ ജോലി കുടിവെള്ളം അടുപ്പിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു. കഞ്ഞിക്കൊന്നുമല്ല കേട്ടോ വയ്ക്കുന്നത്, കുടിവെള്ളം. ഇത് ജനലൊക്കെ അങ്ങ് തുറന്നിട്ടു. അങ്ങനെ ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാമെന്ന് കരുതി ഇവിടെ ഇന്ന് രാവിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കഴിഞ്ഞ് പുറത്തുള്ള അടുക്കളയിലോട്ട് അങ്ങ് ഇറങ്ങി. അവിടെ ചെന്ന് ചാമ്പലൊക്കെ വാരി, കുറേ പേര് ചാരം വേറെ എന്തൊക്കെ പേരുകളൊക്കെ പറയുമെന്ന് തോന്നുന്നു. ഞങ്ങൾ നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ലക്കാരില്ലേ, അപ്പം ചാമ്പൽ എന്നാണ് ഞങ്ങൾ പറയണത്. അങ്ങനെ ചാമ്പലൊക്കെ വാരി അടുപ്പിൻ്റെ പുറമൊക്കെ തുടച്ചിട്ടു. അങ്ങനെ കരിയൊക്കെ പിടിച്ച അടുപ്പല്ലേ. പിന്നെ കുറച്ച് ചക്ക എടുത്ത് നന്നാക്കാൻ വെച്ചു. ഇത് ഇന്നലെ എൻ്റെ അമ്മ വന്നിരുന്നു. അങ്ങനെ അമ്മ വീട്ടിൽ ചക്ക വെട്ടിപ്പറിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ ചക്ക കൊണ്ടുവന്നു അവിയൽ വയ്ക്കാൻ വേണ്ടി. അതിനെ കുറച്ചൊക്കെ എടുത്തിട്ടു. പിന്നെ മീൻ ഒരു 2-3 കൊഴിയാള മീനൊക്കെ കറി വയ്ക്കാം എന്ന് കരുതി. ഇന്ന് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കണില്ല. ചക്ക അവിയലും കോഴിയുള്ള മീനും കറിയൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ. പിന്നെ രാവിലെ ഇന്ന് ദോശയ്ക്ക് 1-2 സീക്രട്ട് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ ചക്ക അവിയലിന് വേണ്ടി ചക്കയൊക്കെ നുള്ളിപ്പറക്കി വയ്ക്കുന്നതാണ്. ഈ ചക്ക ഞാൻ ഗ്യാസിൽ വയ്ക്കുള്ളൂ കേട്ടോ. ഈ ചട്ടിയൊന്നും ഞാൻ അടുപ്പിൽ വെച്ച് കരി കയറ്റൂല, അതെനിക്കിഷ്ടമല്ല. കരി കയറ്റാൻ വേണ്ടി കുറേ ചട്ടിയും കലങ്ങളൊക്കെ ഉണ്ട്. അതിനെ മാത്രമേ ഞാൻ അടുപ്പിൽ വയ്ക്കാറുള്ളൂ. പിന്നെ എല്ലാവർക്കും ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം സ്നേഹം. പിന്നെ ഞാനങ്ങനെ അരിയൊക്കെ അടുപ്പിലിട്ടു. അങ്ങനത്തെ ജോലികളൊക്കെയാണ് ഇന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ കുറച്ചൊക്കെ തോർന്നു. പിന്നെ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് രസവട വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി രസവട കൂട്ടി ദോശ കഴിച്ചിട്ട്. അങ്ങനെ രസവട വയ്ക്കണം. ഞാനിപ്പം അവിയലിന് അരയ്ക്കുന്നതാണ്. അവിയലിന് അരയ്ക്കുന്നത് അങ്ങനെ എടുക്കാൻ പറ്റില്ല കേട്ടോ. അവിടെ സ്റ്റാൻഡ് വയ്ക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അത് മാത്രം കാണിക്കുന്നത്. അവിടെ വച്ച് അരയ്ക്കണ എല്ലാം കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എനിക്ക് ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഇപ്പോഴ്. ഒരുപാട് പേർ ഇനി കമൻറ്റൊക്കെ ചെയ്യണുണ്ട്. അങ്ങനെ ചക്ക അവിയലിനൊക്കെ അരച്ചു. ഞാൻ ചക്ക അവിയൽ റെഡിയായി കഴിഞ്ഞു. അതിനെ അങ്ങ് വെളിയിലെ അകത്തെ അടുപ്പിൽ കൊണ്ട് വയ്ക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? ഇനി അടുത്ത് ഞാൻ മീനിനരച്ചു കഴിഞ്ഞു. അങ്ങനെ മീനിനും ചക്ക അവിയലിനൊക്കെ ഇന്ന് അമ്മിയിലാണ് അരച്ചത്. ചില ദിവസങ്ങളിൽ മാത്രം എനിക്ക് ചെറിയ മടി അങ്ങനെയുള്ള ദിവസം മാത്രം ഞാൻ മിക്സിയിൽ അരയ്ക്കുകയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ അമ്മിയിലാണ് അരയ്ക്കുന്നത്. അങ്ങനെ ഇന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുത്ത് വന്നു, കുടിവെള്ളം തിളച്ച് കഴിഞ്ഞു. അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. അടുത്ത് ചക്ക അവിയലിനെടുത്ത് അടുപ്പിൽ വെച്ചു. ഇനി വീണ്ടും അങ്ങ് വെളിയിൽ അടുക്കളയിലോട്ട് അങ്ങ് പോവാം. അവിടെ ചെന്നിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ മീനൊക്കെ അറുത്ത് കരക്കി അടുപ്പിൽ വച്ചു. അരി തിളപ്പിച്ചു മാറ്റി വെച്ചു കൊടിയടുപ്പിലോട്ട്. മീനിൽ ഞാൻ കല്ലുപ്പും പൊടിയുപ്പും ഒക്കെ ഇടും കേട്ടോ. ഇതിപ്പം കല്ലുപ്പാണ് ഇടുന്നത്, മിക്കവാറും ഇപ്പം കല്ലുപ്പാണ് ഇടുന്നത്. പിന്നെ അങ്ങനെ അവിയൽ ഇവിടെ ഏകദേശം റെഡിയായി. അപ്പോഴേക്കും മരുമകൾ ഉറക്കമണിയിട്ടൊക്കെ വന്നു. പിന്നെ ഞാൻ അവിയൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ഒഴിച്ച് അങ്ങനെ അവിയൽ റെഡിയാക്കി മാറ്റി വെച്ചു. ഇനി അവൾക്ക് ചായ ഇടാൻ വേണ്ടി അടുപ്പിനെ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു. ഇനി അടുത്തവൾ ചായ ഇടും. അങ്ങനെ ഞാനിതാ പരിപ്പ് വടയ്ക്ക് അരയ്ക്കുകയാണ്. പരിപ്പ് വട മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത്ര പോരാ. അതുകൊണ്ട് ഞാൻ പണ്ട് നമ്മൾ ആട്ടുകല്ലിലാണ് അരയ്ക്കുന്നത്. ഇവിടെ അതില്ലാത്തത് കൊണ്ട് അമ്മിയിലരച്ച് ചമ്മന്തി, തേങ്ങാ ചമ്മന്തിയാണ്. തേങ്ങാ ചമ്മന്തിയുടെ കൂടെ ഒഴിച്ചു കൊടുത്തു. ചട്നി, തേങ്ങാ ചട്നി, ചമ്മന്തി എന്നൊക്കെ. ഞങ്ങൾ ഈ ചമ്മന്തി നെയ്യാറ്റിൻകരക്കാർക്കൊക്കെ ചമ്മന്തിയും ദോശയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചമ്മന്തിയും ദോശയും രസവടയൊക്കെ വെച്ച് ഞങ്ങളിന്ന് വിശാലമായിട്ട് കാപ്പി കുടിച്ചു. അപ്പോഴേക്കും മീൻകാരൻ വന്നു. നാളത്തേക്കുള്ള മീനാണ്. ഒരു തല മീൻ കിട്ടി, ചൂരയുടെ തല കിട്ടി. അതിനെ അങ്ങ് വാങ്ങിച്ചു വെച്ചു. എൻ്റെ മോൻ നാളെ വരും, അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടൊരു ചൂരത്തല വാങ്ങിച്ചു. ഇത് ഞാൻ നാളെ കറി വയ്ക്കുകയുള്ളൂ, ഇന്ന് വയ്ക്കണില്ല. അത് നിങ്ങൾക്ക് ഞാൻ നാളെ കറി വെച്ച് കാണിക്കാം. പിന്നെ നല്ല പച്ച ചൂരയുടെ തലയായിരുന്നു കേട്ടോ. അതുകൊണ്ട് കണ്ടപ്പം വാങ്ങിക്കാൻ തോന്നിയതുകൊണ്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ ഞാൻ ഇന്നത്തെ അടുക്കളപ്പണികളെല്ലാം കഴിഞ്ഞിട്ട് അങ്ങ് പുറത്ത് പോയി. തെങ്ങിൻ്റെ മുട്ടിലൊക്കെ കുറേ പച്ചകളൊക്കെ പൊടിച്ചു കിടന്നു. മഴ പെയ്തപ്പം എല്ലാം കൂടി കയറി അങ്ങ് വലുതായി. പിന്നെ ഭയങ്കര കൊതുവും, കൊച്ചു കൊതുവും. അതുകൊണ്ട് അതിനെയൊക്കെ അങ്ങ് പുല്ലൊക്കെ പറിച്ച് മാറ്റാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇന്ന് അടുക്കള പണി കഴിഞ്ഞുള്ള പരിപാടികൾ മുറ്റം ഒതുക്കലാണ്.
മുറ്റത്തൊരു 2-3 മൂട് തെങ്ങൊക്കെ ഉണ്ട്. ആ തെങ്ങിൻ്റെ മൂട്ടിൽ വലിയ വലിയ പച്ചകൾ കിടക്കണതിനൊക്കെ ഞാൻ പറിച്ചൊക്കെ മാറ്റും. എനിക്കെപ്പോഴും നല്ല ക്ലീനായിട്ട് കിടക്കണതൊക്കെയാണ് ഇഷ്ടം. പിന്നെ ചില സാഹചര്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം ചെയ്യാതിട്ടിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വീടും പരിസരവും ഒക്കെ എത്രത്തോളം ക്ലീനാക്കാൻ പറ്റുമോ അത്രത്തോളം ക്ലീനാക്കി ഇടുന്നതാണ് സ്വഭാവം. അത് വീട്ടിലെ അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ സ്വഭാവങ്ങളാണ്. അത് കണ്ടുപഠിച്ച് ഞാനും അതേ പഴുതിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഞാൻ തകർത്ത പുല്ല് പറിപ്പാണ്. പുല്ല് പറിച്ചപ്പോൾ കൊതുവാണ് കേട്ടോ, ഭയങ്കര കൊതു. ആ പുല്ലിൻ്റെ ഇടയിലൊക്കെ കൊതു കയറിയിരിക്കും. അതുകൊണ്ട് അതിനെയൊക്കെ പറിച്ച് മാറ്റിക്കളയാമെന്ന് കരുതി അങ്ങനെ അത് കുറച്ചൊക്കെ ഒരു തെങ്ങിൻ്റെ മുട്ടിലൊക്കെ ഞാൻ പറിച്ച് ഒതുക്കി. ഇനി ബാക്കി നാളെ. ഇനി കുറച്ച് കാന്താരി മുളക് പറിക്കാം, ചക്ക അവിയൽ കഴിക്കാൻ വേണ്ടി. ഇന്ന് വേറെ അല്ല, ഇത്രയേ ഉള്ളൂ. അവിയലും മീനും രസവും മാത്രമേ വെച്ചുള്ളൂ. പിന്നെ വൈകുന്നേരം കുളിക്കാൻ വേണ്ടി താളി ഉണ്ടാക്കുകയാണ്. അതിലേക്ക് വേണ്ടി തുളസി ഇല, ചെമ്പരത്തി ഇല, മുരിങ്ങയില, ഇത് 3ഉം കൂടി മിക്സ് ചെയ്താണ്. എനിക്ക് മുരിങ്ങയില ഒറ്റയ്ക്ക് തേക്കുമ്പം തലയിൽ അത്ര പിടിക്കണില്ല, ഒരു അഴൽ പോലെയും മുടിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുരിങ്ങയിലയും തുളസി ഇലയും, മുരിങ്ങയില കുറച്ചേ എടുക്കുകയുള്ളൂ, മുരിങ്ങയിലയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ തേക്കും. ഞാൻ എല്ലാത്തിലും ചെമ്പരത്തി താളി ചേർക്കാറുണ്ട്. അങ്ങനെയൊക്കെ തേച്ച് റെഡിയാക്കി കുളിച്ചു. അടുത്ത് ഞാൻ ഇലയപ്പവും ചായയാണ് കുടിക്കുന്നത്. ഇലയപ്പമൊക്കെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ, അമ്മ ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. അങ്ങനെ ഇന്ന് വൈകുന്നേരം ഇലയപ്പവും ചായയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീട്ടുവിശേഷങ്ങൾ. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു.